നമസ്കാരം. ബാലരാമപുരത്ത് 2 വയസ്സുള്ള കുഞ്ഞിനെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീധുവിനും പങ്കുണ്ടെന്ന നിലപാടിലേക്ക് പോലീസ്. ഈ സാഹചര്യത്തിലാണ് ശ്രീധുവിനെതിരെ തൊഴിൽ തട്ടിപ്പിനും കേസെടുക്കുന്നത്. ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ശ്രീധു പലരിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 3 പേരാണ് പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയാണെന്ന് ശ്രീധു സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ കുട്ടിയുടെ കൊലപാതക കേസ് പുറത്തു വന്നതിന് പിന്നാലെ ശ്രീധു ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നുവെന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നു. ഒടുവിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ പോലും ശ്രീധു ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. അതായത് തട്ടിപ്പ് നടത്തുന്നതിൽ വിരുദ്ധയാണ് ശ്രീധു. ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്തും ഭാര്യയ്ക്കെതിരെ പോലീസിന് മൊഴി നൽകി. ഈ സാഹചര്യത്തിലാണ് ദേവേന്ദുവിന്റെ കൊലയിലും അമ്മയിലേക്ക് സംശയം നീളുന്നത്. 36 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ആരോപിച്ച് ജോൽസിനെതിരെ ശ്രീധു ഒരു പരാതി നൽകിയിരുന്നു. ജോൽസിന്റെ നിർദ്ദേശപ്രകാരം ഒരു പൊതുപ്രവർത്തകന്റെ കൈവശം പണം നൽകിയെന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരാളെയോ ഇത്തരത്തിലുള്ള ഒരു സന്ദേശമോ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതോടെ ശംഖുമുഖം ദേവിദാസിന്റെ മൊഴിയും നിർണായകമായി. ശ്രീധുവിനെതിരെ ദേവിദാസൻ ലിവിംഗ് ടുഗദർ ബന്ധമടക്കം ആരോപിച്ചിട്ടുണ്ട്. അതായത് പല ദുരൂഹതകളും ശ്രീധുവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജനുവരി 30 വ്യാഴാഴ്ചയാണ് ബാലരാമപുരം കോട്ടുകോൽക്കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജിത്ത് ദമ്പതിമാരുടെ മകൾ ദേവേന്ദുവിനെ ശ്രീധുവിന്റെ സഹോദരൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് പിന്നിൽ അന്ധവിശ്വാസമാണെന്നായിരുന്നു ആദ്യ സൂചനകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ മന്ത്രവാദം നടത്തിയ ജോൽസിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീധു തന്ത്രപരമായി നീക്കം നടത്തിയിരുന്നു. ഇതിന് രഹസ്യ സ്വഭാവമുള്ള വിശദീകരണം പോലും ശ്രീധു നടത്തിയെന്നാണ് സൂചന. താലി കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വജ്രായുധമായിരുന്നു ശ്രീധു പുറത്തെടുത്തത്. എന്നിട്ടും കുട്ടികളെ ഓർത്ത് ശ്രീജിത്ത് തുടർന്നു. ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീധു ബാലരാമപുരത്തേക്ക് എത്തിയത്. അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു ജീവിതം. ശ്രീധുവിന്റെ അച്ഛൻ ഉദയന്റെ മരണത്തിലും നാട്ടുകാർ ദുരൂഹത കാണുന്നുണ്ട്. മകളുടെ നിലപാടുകളെ ഉദയൻ എതിർത്തിരുന്നു. അതിന്റെ വിലയാണോ ഉദയന്റെ മരണമെന്ന സംശയം സജീവമാണ്. തന്ത്രപരമായി കളിക്കുന്ന ശ്രീധുവിന് പിന്നിൽ വമ്പൻ തോക്കുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലപാതകയാക്കി കേസിൽ നിന്നും തടിയൂരാനുള്ള ശ്രീധുവിന്റെ നീക്കമാണോ നടക്കുന്നതെന്ന സംശയവും നാട്ടുകാർക്കുണ്ട്. എന്നാൽ പോലീസ് അന്വേഷണം ശ്രീധുവിലേക്ക് കടക്കുന്നില്ല. ഹരികുമാറിന്റെ കുറ്റസമ്മതമാണ് ഇതിന് തടസ്സം. ഈ കുറ്റസമ്മതവും ഉന്നതതല ഗൂഢാലോചനയാകാൻ സാധ്യതയേറെയാണ്. ഹരികുമാറിന് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും അതിന് എല്ലാ സഹായവും സഹോദരി ചെയ്തു കൊടുത്തുവെന്ന തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ വന്നത്. എന്നാൽ ഹരികുമാറിന് അത്തരം പ്രശ്നങ്ങളുള്ളതായി ആർക്കും അറിയില്ല. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ മാതൃ സഹോദരൻ ഹരികുമാറിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ചെണ്ട അഭ്യസിക്കാൻ പോയി. ഉത്സവങ്ങളിലും മറ്റും ചെണ്ടമേളത്തിനും പോകാറുണ്ടായിരുന്നു. 3 വർഷം ആലപ്പുഴയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചയിലായിരുന്നു. ഹരികുമാറും സഹോദരി ശ്രീധുവും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. അടുത്തടുത്ത മുറികളിൽ നിന്ന് ഇരുവരും നിരന്തരം വാട്സപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുണ്ടായിരുന്നു. ഇത്തരം വീഡിയോ കോളിന് പിന്നിൽ സഹോദരിയുടെ സമ്മർദ്ദമാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ശ്രീധുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നുവെന്നും അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ച വിവരം.